ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് സ്റ്റഡി റുട്ടീനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ 12:30ക്കാണ് പഠിക്കാനിരുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനൊന്ന് ഉറങ്ങിയായിരുന്നു. ഇത്തിരി നേരം ഉറങ്ങാമെന്ന് പറഞ്ഞായിരുന്നു കിടന്നത്. പക്ഷേ കിടന്നതായിരുന്നു ഞാൻ, പക്ഷേ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ എഴുന്നേറ്റപ്പോൾ 9:30 ആയി. അപ്പോൾ 9:30 രാത്രി 9:30 ആയി എഴുന്നേറ്റപ്പോൾ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 10-10:30 ആയി ടൈം. അപ്പോൾ പിന്നെ ഇനി കിടന്നാലും ഉറക്കമൊന്നും വരത്തില്ല. അപ്പോൾ അത് കാരണം ഞാനൊന്ന് പഠിക്കാമെന്ന് കരുതി. ഞാൻ കുറേ നാളായി ഒരു നൈറ്റ് ഇരുന്ന് പഠിച്ചിട്ട്. എനിക്കൊരു മോർണിംഗിൽ ഇരുന്ന് പഠിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ അത് കാരണം ഞാൻ കുറേ നാളായി നൈറ്റ് ഇരുന്ന് പഠിച്ചിട്ട്. അപ്പോൾ ഇന്നൊന്ന് പഠിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിവിടെ പൊളിറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റി ലക്ഷ്മികാന്ത് 7th എഡിഷനാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുതിയ ആസ്പിരൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. പുതിയ എഡിഷൻ ഇപ്പോൾ ഇറങ്ങും. പ്രിലിംസ് കഴിയുമ്പോൾ തന്നെ പുതിയ എഡിഷൻ ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ എഡിഷൻ വാങ്ങിക്കാമല്ലോ, ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തവർ കേട്ടോ. പിന്നെ 7th എഡിഷനിൽ നേരത്തെ ഉള്ള എഡിഷനേക്കാളും 6th എഡിഷനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പോയിൻറ്റ്സൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ കേസ് 7th എഡിഷൻ ഇല്ലാത്തവർ ആ പോയിൻറ്റ്സ് നിങ്ങളുടെ ആ ബുക്കിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് അതൊക്കെ. എപ്പോഴും UPSCക്ക് ചോദിക്കുന്നതുമാണ്. സോ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രി എന്തെന്നാ പറയുക, നല്ല തണുപ്പുണ്ട്. പുറത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഫാൻ ഇട്ടില്ലെങ്കിൽ നമുക്ക് കൊതുക് കുത്തും. അത് കാരണം ഫാൻ ഇട്ടേ പറ്റുള്ളൂ. അത് കാരണം നല്ല തണുപ്പായിരുന്നു. അത് കാരണം ഞാനൊരു പുതപ്പൊക്കെ മൂടി പുതച്ചാണ് ഇരുന്ന് പഠിക്കാനിരുന്നത്. പിന്നെ ആരും വിചാരിക്കരുത് കേട്ടോ, ഇത് ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞിട്ടാണ് ഞാനിവിടെ പഠിക്കാനിരിക്കണതെന്ന്. ഞാൻ ഉറക്കമൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആക്ച്വലി വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ വെറുതെ കയറി കിടന്നതാണ്. ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോയി. ഞാൻ ഒരു ബുക്ക് റാം ആൻഡ് ആനന്ദി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചതായിരുന്നു. ഞാനങ്ങനെ വായിച്ച് അത് ബ്രേക്ക് ടൈമിൽ വായിച്ച് അതങ്ങനെ ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ആരും എന്നെ വിളിച്ചില്ല, വീട്ടിലുള്ള ആരും എന്നെ വിളിച്ചില്ല. ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി എല്ലാവരും. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ രാത്രി 9:30 ആയിപ്പോയി. അപ്പോൾ പഠിക്കാനുള്ള ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കരുതി കുറേ നാളായില്ലേ ഞാൻ രാത്രി ഇരുന്ന് പഠിച്ചിട്ട്. അപ്പോൾ ഒന്ന് രാത്രി ഇരുന്ന് പഠിച്ച് നോക്കാം എന്ന് കരുതി. ഇപ്പം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം, ഒരു ദിവസം നോക്കാമെന്ന് കരുതി. അങ്ങനെ പഠിക്കാനിരുന്നതാണ്, അല്ലാതെ ഉറക്കമൊന്നും കളഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്ക് ഇത്ര നേരമായിട്ട് ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു.
ഇത് സ്മിട്ടണിൽ നിന്ന് ഞാൻ മറ്റേ ട്രെയിൽ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് വാങ്ങിച്ചതാണ്. പിൽഗ്രിമിൻ്റെ ടോണറായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ടോണർ എന്തിനാണ് ഞാൻ തലയിലടിച്ചേക്കുന്നത്. ആക്ച്വലി എനിക്ക് എൻ്റെ വീട്ടിൽ സ്പ്രേ ബോട്ടിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ റോസ്മേരിയും പിന്നെ ഉലുവയും കൂടി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ വേണമായിരുന്നു. അപ്പോൾ ഇത് തീർത്തിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഈ തലയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. നല്ല രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതി ഓരോ ചീവലിന് കയ്യിൽ നല്ല രീതിക്ക് മുടി വരുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്തത്. ആ സമയത്താണ് നമുക്ക് റോസ്മേരി ട്രെൻഡിങ് ആയത്. അപ്പോൾ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ് റോസ്മേരിയും ഉലുവയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ട്. അപ്പം ഇതിപ്പോൾ എപ്പോഴും ഞാൻ സ്പ്രേ ചെയ്യും. ഇപ്പം ഞാനൊരു 5 മാസം എങ്ങാണ്ടായി ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോയിട്ട്. നല്ല മാറ്റമുണ്ട്. മറ്റേ താരൻ കുറവുണ്ട് എനിക്ക്. പിന്നെ മുടി നന്നായിട്ട് വളരുന്നുണ്ട്. കൊഴിഞ്ഞു പോക്ക് നല്ലതായിട്ട് കുറഞ്ഞു കേട്ടോ. കാരണം എനിക്കത് വിസിബിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ അന്നൊക്കെ 5 മാസം മുമ്പെന്ന് പറഞ്ഞാൽ ഒരു ചീവലിന് അത്രത്തോളം മുടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചുരുണ്ട മുടിയാണല്ലോ. അപ്പോൾ അന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതൊക്കെ കാരണമായിരിക്കും പോണതെന്നൊക്കെ ഞാൻ വിചാരിച്ച്. അപ്പോഴാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് മുടി കൊഴിച്ചിലിൽ നല്ല കുറവുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആൻറ്റിക്കൊക്കെ ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് നല്ല റിസൾട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കുറേ നേരമായി എനിക്ക് ഒരു 5 മണി ആവാൻ പോയപ്പോഴേക്കും എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇവിടെ ഒന്നും ഇരിപ്പില്ല. പിന്നെ ഫ്രിഡ്ജിൽ ഒരു ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനതെടുത്ത് കഴിച്ച്. ഇതാണെങ്കിൽ പൊട്ടിക്കാൻ നോക്കിയിട്ട് ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഇച്ചിരി അലന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നല്ല ചോക്ലേറ്റ് ആയിരുന്നു. ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിട്ടോ. അതാണ് ഈ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചായ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മടി കാരണം ഞാൻ പിന്നെ ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ ചായ കുടിക്കുന്നത് കുറയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 6 മണിയാകുമ്പോൾ പഠിത്തം നിർത്താമെന്നാണ് കരുതിയേക്കുന്നത്. കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല. നല്ല ഉറക്കക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന്. പക്ഷേ 6 മണി വരെ നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു ഇതും കിട്ടത്തില്ല. ഇത്ര നേരം ഇരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടത്തില്ല. സോ 6 മണി വരെ ഇരിക്കാം എന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് ഹിസ്റ്ററി ഓപ്ഷണലിൻ്റെ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അപ്പോൾ ആ നോട്ട്സ് കംപ്ലീറ്റ് എഴുതാനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഹിസ്റ്ററി ഓപ്ഷണൽ ആയതുകൊണ്ട് പല റിസോഴ്സസിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ മറ്റേ NCERT നിന്ന് എടുക്കും. ചിലപ്പോൾ ഉപീന്ദർ സിംഗിൻ്റെ ബുക്കിൽ നിന്ന് ചില പോയിൻറ്റ്സ് കിട്ടും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അത് നിന്ന് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ ചെയ്യേണ്ടി വരും. മഹാത്മാ കോളേജിൻ്റെ ഇതിൽ നിന്നൊക്കെ കുറച്ച് പോയിൻറ്റ്സ് എടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും റെഫറൻസ് നമ്മൾ പല ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരു നോട്ട്ബുക്കിൽ ഉൾക്കൊള്ളിച്ചാൽ മാത്രമാണ് നമുക്ക് ഫൈനലായിട്ട് റെഫറൻസിന് നമുക്കിങ്ങനെ പല സോഴ്സസും റെഫറൻസിന് വേണ്ടിയിട്ട് ഫൈനൽ ടൈമിലൊന്നും നമുക്ക് നോക്കാനും കിട്ടത്തില്ല നമ്മൾ പഠിക്കുന്ന ടൈമിൽ. സോ ഇതെല്ലാം കൂടി ഒരു നോട്ട്ബുക്കിലാണ് ഞാൻ എഴുതുന്നത്. അത് എലാബറേറ്റ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. നല്ല വിസ്തരിച്ചിട്ടാണ് എഴുതുന്നത് ഓരോ കാര്യത്തിനെ കുറിച്ചിട്ട്. പിന്നെ സിലബസിനനുസരിച്ചാണ് നോട്ട് മേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ നോട്ട് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസിനെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ ഹിസ്റ്ററി ഓപ്ഷണൽ സിലബസ് എടുത്തു കഴിഞ്ഞാൽ അറിയാം. സിലബസിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സോഴ്സസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 6 മണിയായി സമയം. അപ്പോൾ ഞാൻ കിടക്കാമെന്ന് കരുതി. എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. നല്ല ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം വന്നിട്ടുണ്ട്. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എനിക്ക് ഇടയ്ക്ക് ഉറക്കം തന്നെ വരുന്നു. പക്ഷേ എന്നാ ഏതെങ്കിലും ഞാൻ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് മുഖമൊക്കെ പോയി കഴുകിയായിരുന്നു. പക്ഷേ
എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങി. അപ്പോൾ അതായതുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടില്ല. അത് കാരണം ഞാൻ പിന്നെ ഇങ്ങനെ എന്നാൽ നമുക്കൊന്ന് നൈറ്റ് സ്റ്റഡി പഠിച്ചാലോ, രാത്രി പഠിച്ചാലോ, അങ്ങനെ ഒരു ചലഞ്ച് ചെയ്താലോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് നൈറ്റ് സ്റ്റഡി ചെയ്തത്. അപ്പോൾ അങ്ങനെ നൈറ്റ് സ്റ്റഡി ചെയ്താലോ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. മീൻസ് നമുക്ക് ഇങ്ങനെ ഉറക്കം വന്നിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകി പിടിച്ച് നിർത്തിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ നല്ല ക്ഷീണം വന്നിട്ടുണ്ട്, നന്നായിട്ട് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ. ഇനി എന്നിട്ട് ഞാൻ പഠിക്കാനിരിക്കത്തുള്ളൂ രണ്ടാമത്തേതിന്. അപ്പോൾ നമ്മളിന്ന് പൊളിറ്റി കുറച്ച് വായിച്ചിട്ടുണ്ട്, പിന്നെ ഹിസ്റ്ററി കുറച്ച് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. അത്രയൊക്കെയുള്ളൂ. എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ, സമയം കളയാണ്ട് പോയി കിടന്നുറങ്ങട്ടെ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഇനി മേലെ ഞാൻ ഈ പണി ചെയ്യത്തില്ല. അത്രയൊക്കെ ഉള്ളൂ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.